ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു വ്ളോഗ് ചെയ്യാൻ പോകണം. കഥാപ്രസംഗം പറഞ്ഞ മാതിരിയൊക്കെ വ്ളോഗിലേക്ക് തുറക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് റെഡിയാവും. നമ്മൾ ഈ ഇൻട്രോ കിട്ടുന്നൊന്നും പരിചയമില്ല, നമ്മളിങ്ങനെ ആയി വരുന്നുള്ളൂ. അപ്പം ഒരു പണി ചെയ്യാതെ വെറുതെ കുത്തി ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യണ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റിൻ്റെ ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവരും കാണാൻ, ഉള്ളിരുന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക. ചെറിയ 10 മിനിറ്റ് ചെറിയൊരു വ്ളോഗാണ്. നമ്മൾ ഇഷ്ടപ്പെടുമായിരിക്കണം, ഇഷ്ടപ്പെടണോ. പിന്നെ ചില ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ ടിണ്ടി നിൽക്കുക, ഒക്കെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ സംഭവം എന്താ വെച്ചാൽ, ഒരു പണി ഞാൻ അത് കുത്തിരുന്നപ്പോൾ ബാപ്പനെ വണ്ടി ഉണ്ട് കാണിച്ചാ അങ്ങനെ കാണുള്ളൂ തരേ. ഇതാണ് നമ്മളെ വണ്ടി. കുറേ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ പേത്തടിച്ചിട്ടുണ്ട്. അപ്പം ഇതിട്ടൊന്ന് വെറുതെ ഇങ്ങനെ കറങ്ങായിരിച്ച് എങ്ങോട്ടില്ല, ചെറുതായിട്ട് കൊല്ലത്തിലൊന്നും ഓണാക്കണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് എടുത്ത് ഇങ്ങനെ ചിലപ്പോൾ ഊട്ടിയിലൊക്കെ പോയി എന്നൊക്കെ വരും. ഓക്കെ, മതിയോ? ഓക്കെ. അപ്പോൾ സിനാനെ ഇവിടേക്ക് ഞാൻ ചായ എടുത്തു ചായ എടുക്കാൻ പോണ്. ചായ എടുത്ത് അപ്പം വണ്ടി എടുത്ത് പോവാം. സാധാരണ എല്ലാവരും അപ്പുറത്ത് കൂടെ കയറാം. നമ്മൾ ഫുള്ള് വെറൈറ്റി. നമ്മൾ ഇത് കൂടെ ഒന്ന് കയറിട്ട് അങ്ങനെ ചാടും. സിനാ കൂടെ കയറിക്കോ, അത് അവിടെ വായിക്കും. കിച്ചിട്ട് വരാ പോരെ, കയറിക്കോ. ബൈക്കും വലുതും ഇല്ലാത്ത വണ്ടി. ക്ലാസ് എത്തിയില്ലേ? ക്ലാസ് അതാണ്. കൊറേ കാലം സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടാവാന്ന് അറിയില്ല. മീറ്ററൊക്കെ കത്തുന്നുണ്ട്. സക്സസ്. ബാക്ക് എടുക്കാം. റിവേഴ്സ് ഗിയർ ബാലിക്കാൻ ഭയങ്കര പണി. അതിന് മേലെ പവർ സ്റ്റാറിംഗ് അല്ല, പവർ സ്റ്റാറിംഗ് ഉണ്ടല്ലോ മേലെ. ഒരു തിങ്ങട്ടാക്കല്ലേ ഈ വളമൊക്കെ കഴിഞ്ഞോട്ടെ. ഇതാണ് നമ്മളെ പേരൻ്റെ ഗേറ്റൊക്കെ. ഓക്കെ ആ കാണുന്നതാണ് എൻ്റെ വര. സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതെ, നമ്മൾ മൈക്കൊക്കെ ഓർഡർ എടുത്തിട്ടുള്ളൂ, എത്തിയിട്ടില്ല. റോഡിൽ എത്തിക്കഴിഞ്ഞാൽ സൗണ്ടൊക്കെ ക്ലിയർ ആവും. അപ്പൊ അത് വരെ എന്ത് ചെയ്യാ, അഡ്ജസ്റ്റ് ചെയ്യാ. പിന്നെയും പറയാം, ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് നമ്മളിടും. ഓണൊക്കെ അടിക്കണം. ഓണക്ക് വെറൈറ്റി ഓണം. ഇത് നമ്മൾ നേരെ പോണത് സൽമാനെ വരേക്കാം. അപ്പൊ സൽമാന്റെ റിയാക്ഷൻ എന്താ നമ്മൾ നോക്കണം. അതെ അതെ, ഇതാണ് നമ്മളെ സൽമാന്റെ അടുക്കാണ് വയ്യി. സൽമാന്റെ അയൽവാസിയാണ് വരുന്നത്. ഈ വണ്ടി ആകുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. അതാണ് പിന്നെ വെല്ല പോണത്. ബൈക്കില്ലാത്തതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. റെഡിയാവും. സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതാണ് നമ്മുടെ ഊർജ്ജം. നമ്മളൊക്കെ സൽമാൻക്ക് ഒരു പ്രത്യേകമുണ്ട്. സാറെ വിളിച്ചോൻ വരില്ല, ഒരു തപ്പി ഇവിടുത്തെ കളി നോക്കി നമ്മളെ വണ്ടി ഇപ്പൊ എന്ത് പറ്റിയറിയില്ല. ഭയങ്കര സ്നേഹാണ് ഇങ്ങോട്ട്. നമ്മളെ സൽമാൻ നമ്മളെ നാട്ടിലത്തെ ചെറുക്കനാണ്. ചെക്കൻ പെണ്ണ് നോക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ട് കമന്റ് ചെയ്യാ. കൈ ഒട്ടിച്ചോടാ. ഓക്കെ, നമ്മളെ വണ്ടി തിരിക്കാണ്. ഇവിടെ നമ്മളെ വേറെ വണ്ടി ഉണ്ട്.
ആ വണ്ടി നോക്കാം. ഞാൻ കാണൂല കേട്ടോ. സൽമാനെ കേറ്. സൽമാൻ പ്രത്യേകത വെച്ചാല് സൽമാന് നമ്മളെ കൂട്ടത്തില് ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. അതെ, അങ്ങനെയല്ല പറ്റി പറയാൻ പറ്റുള്ളൂ. ചിലപ്പോ മോശം പറയാൻ പറ്റില്ലല്ലോ. സൽമാനം കൊണ്ടാണ് നമ്മളിന്ന് പോണത്. ചിലപ്പോ ഊട്ടിയിലൊക്കെ പോയതൊക്കെ വരും. വയനാടൊക്കെ ഊട്ടി എന്താ വണ്ടി സെറ്റ് വണ്ടിയില്ലേ? സെറ്റ് വണ്ടി. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? എന്താ വെച്ചാൽ അതിക്കും അറിയില്ല. അപ്പൊ നമ്മള് പോവാണ്. ഫുള്ളടിക്കാൻ പോ ഡ്രൈവർ. അപ്പൊ ചെറിയ സൗണ്ട് സൗണ്ട് സൽമാൻ തുറക്ക്. സൽമാൻ വീട് എടുക്കട്ടെ. സൽമാൻക്ക് ആകെ ഒരു തട്ടുപൊടുത്താണ്. സൽമാൻ നമ്മുടെ കൂട്ടത്തിലെ പൈസക്കാരനായി പോയി. സൽമാൻ 10 രൂപ ചായ അന്ന കിട്ടോളൂ. ഞാന് അതങ്ങോട്ട് പോലെ അങ്ങോട്ട് പോവാ. സൽമാന നമ്മൾ പറഞ്ഞു എന്താ വെച്ചാല് സൽമാൻ ഇല്ലെങ്കിൽ അവിടെ ഫായിസില്ല. ഫായിസ് ഇല്ലെങ്കിൽ അവിടെ സിനാനുമില്ല. അപ്പൊ സിനാനില്ലെങ്കിലോ ആരുമില്ല. അതെ, ആരും ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ പോവാണ്. നമ്മൾ എങ്ങോട്ട് പോയാൽ ഒരു പിടുത്തില്ല. വണ്ടിയിൽ എണ്ണ കഴിയണ വരെ പോകും. ഗിയർ മാറ്റി വണ്ടിയിൽ എണ്ണ കഴിയണ വരെ ഇങ്ങനെ പോയി. ഇങ്ങോട്ട് പോകും. കൂടി പോയാലോ വയനാട്. നമ്മളവിടുത്തെ റോഡൊക്കെ വികസിച്ച് വരുന്നുണ്ട്. ഈ വണ്ടിയുടെ പ്രത്യേകത എത്ര കാലം ഈ വണ്ടി എത്ര കാലം ഇത് ഓഫാക്കിയിട്ടുണ്ട്. പിടിച്ചിക്ക്. അതെ, അപ്പുറം നോക്കണ്ട. നമ്മൾ റോഡൊക്കെ വികസിച്ച് വരുന്നുണ്ട്. കട്ട കണ്ട വികസിച്ച് വരുന്നുണ്ട്. എലക്ഷൻ ആണല്ലേ വരാണ്. നമ്മളെ ഫാൻസ് ആണ്. കൊടുക്കണ എടാ ആയിടാ. യൂട്യൂബ് വ്ളോഗ്. ഗൈസ് നമുക്ക് നേരെ പോയിട്ട് കോഴിക്കോടങ്ങാടി പോയിട്ട് കുറച്ച് മാങ്ങവും ഉപ്പി മറ്റേ തക്കാളി ഒക്കെ ഇട്ടുകൊടുക്കുക. വണ്ടിയിൽ ബാക്കിലാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ നവാസിന്റെ ഏരിയ ബീച്ചിൽ പോയിട്ട് മങ്ങ 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 എന്താ പറയാ വിശ്വസിച്ചല്ലേ നമ്മളെ മറന്നോണ് എല്ലാ വെച്ചിട്ട് ഇങ്ങോട്ട് കിട്ടല്ല. നമ്മൾ ടാറൊക്കെ ടാറിട്ടിട്ടില്ലേ? റോഡ് നന്നാക്കണമില്ലേ? വേറെ ആവശ്യമില്ല. ഞാൻ ബസ് കിട്ടി വെറുതെ കിട്ടി. വണ്ടി പോലെ വണ്ടി പോവല്ലേ? അതിനെ മെല്ലെ ഇട്ട് സ്ലോ ആക്കിയാണ്ട് അടിക്കാക്കിട്ട് എന്നിട്ട് അയ്യോ പിടിച്ചിട്ട് എടാ അതിങ്ങനെ പിടിച്ച് നിൽക്കാനുള്ള ഇല്ല. അത് കണ്ടാന്ന് വിചാരിച്ചില്ല. അറിയോ? നോക്കിയവരാ ഒരു ചെക്കന്റെ കഥ നോക്കിയാ അതും പിടിച്ചുള്ള നാട്ടിൽ നായ്ക്കൽ ഗൈസ്. മാരേജ് അങ്ങനെ സൽമാന പോണ്ടി എങ്ങോട്ട് പോണ്ടി അറിയുന്നത് എന്ന് വൈകുന്നേരം സൽമാന്റെ വകാണ് ഞങ്ങൾക്ക് ചായ. സൽമാൻ ആ മുടക്ക് അത് മുടക്കണോ? ഞാൻ കൊടുക്കൂല. ചായ 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 പോലെ
വണ്ടി പ്രത്യേകം തിരക്ക് ക്യാമറ കണ്ടൊക്കെ ഈ വണ്ടിയുടെ പ്രത്യേകം എന്ന് വെച്ചാൽ കൊറേ ദിവസമായിട്ട് ഇത് ഓഫായി എടുക്കാം, ഞാൻ ഓണാക്കലില്ല. എന്നിട്ട് പോലും ഒറ്റയടിക്ക് എന്താ സാധനം കാട്ടെ. അതാണ് ഇന്നാളെ അരമണിക്കൂർ കുടിക്കാതെ അത് ഇന്നാളത്തെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞ് അത് എടുക്കണേ നീ. ഇതില് ഫ്ലാഷ് ബാക്ക് ഇട്ടോണ്ടി ആ ഓഫായിട്ട് ഉന്തണായി. നമ്മൾ പോണ വൈകി ഒരു സ്ഥലത്ത് നിർത്തിട്ട കഴിച്ച് നമുക്കിവിടെ ഫ്രഷ് ആവാണ്ട് അവിടെ എവിടെ നിർത്തുക നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ അത് വെറുതെ ഇല്ല ഞങ്ങളെ കാൽമണ്ണ നാളെ സ്കൂളിൽ പരീക്ഷ. ആ. അപ്പൊ ഇതെറ്റി പോയി കഴിഞ്ഞാൽ ആറ് ഒരു വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ വിചാരിച്ച് ഇതെറ്റി പോയി കഴിഞ്ഞാൽ നാളെ പരീക്ഷ എഴുതണ്ട, സാറ് വരിച്ച് പെയ്യ വയ്ക്കും. ഫസ്റ്റ് പോവാ പോവാ പോവാണ് പോവാണ് പോവാണ്. ഞാൻ മന്ദിരായി കൊടുത്തോ. ഗീറൊക്കെ മസ്തേര് മാറ്റുന്ന കാര്യമാണ്. ഇടയ്ക്ക് ഓണൊക്കെ വർക്ക് ചെയ്യുള്ളൂ, സാധനം വർക്ക് ചെയ്യില്ല. ആ ആ ചെവിന്റെ അടുത്ത് തന്നെ പോയി വെക്കലോട് ചെങ്ങയ്യെ കുറച്ച് വിട്ടക്കടി ലോറി വലിയ ലോറി നമ്മളെ പണ്ടിനെക്കാട്ടി വലിയ ലോറി അല്ലെങ്കിലേ ഒന്ന് കേൾക്കൂല. ഇതിന്റെ അത്രക്ക് ഇല്ല ആ വണ്ടി. ആരുടെ ഈ ബൈക്ക് കൂടെ നടക്കുന്നത് ആരത് ചിലപ്പോ അങ്ങോട്ട് കയറില്ല. നിന്റെ കൈ കൊച്ചു പിടിക്കണം 5 മിനിറ്റ്. നമ്മളിപ്പോ നിർത്തോടെ ഇവിടെ ഒരു അടിപൊളി ഒരു ബ്യൂട്ടി സ്പോട്ട് സ്പോട്ട് ഉണ്ട് കഴിച്ച് നമ്മൾ പോണേക്കാം. നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കാം. നമ്മുടെ നാട്ടിലെ ചുരമാണിത്, ശോഭന ചുരം. ഇതിന്റെ ചുരന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇതൊരു ചുരമാണ്. ഈ ചുരം ഇറങ്ങി കഴിഞ്ഞാൽ അതിനൊരു ചുരയില്ല. പിന്നെ കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയല്ലോ, പിന്നെ ഉണ്ടാവില്ലല്ലോ. ഫോണൊക്കെ ടൈറ്റ് ആണ്. മുന്നത്തെ താത്ത വണ്ടി ഓടിച്ച് പഠിക്കാറ്. അപ്പൊ താത്താണ് താത്താണ് കാക്ക. ഒരു മൂട്ടൻ കാക്കയാണ്. വണ്ടി തന്നെ ഉണ്ടാവും. അപ്പൊ ഇച്ചയുടെ അടുത്ത് പോയിക്കോളെ. ചെറിയ കുലിക്കൊക്കെ ഉണ്ടാവും. ടയർ പോണേ അത് എന്റെ ടയറാണോ? പോയിക്കോ ടയർ പോണേ മിസ്റ്റർ ധരം. അത് എന്റെ ടയറാണോ? 2 ടയർ ഓക്കെ, അടുത്ത 2 ടയർ ഓക്കെ. പിന്നത്തെ വിമാനത്തിൽ നിന്ന് വീണാണോ? സൽമാൻ നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും കാശ് പോയി എന്നാലും ടയർ കിട്ടിയല്ലോ. 200 രൂപ ടയർ കിട്ടിയല്ലോ. നമ്മളെ റൂട്ട് കണ്ടോ? പക്ഷെ വണ്ടിന്റെ അടിയൊക്കെ തട്ടുണ്ട്. കൊടൈക്കനാല് കനാലത്തെ കൊടയില് ഫോൺ പിടിക്കും. അമ്മ കാണിച്ചെടുക്കും. അതിന്റെ തൊള്ള കണ്ടോ ഇങ്ങോട്ട് നോക്ക്. വണ്ടി ആരോക്കോളെ ഈ മാൻ. വണ്ടി ഇപ്പൊ മാസം 15 എത്തി. വണ്ടി പോയി നോക്കിയാ മതിനകത്ത്. ഞാൻ കൊടൈക്കനാലത്തെ ഭംഗി നോക്കിയാ പറഞ്ഞപ്പോഴേ ഞാൻ ആ ഭംഗിയിൽ അങ്ങോട്ട് വീണു. ഞാനങ്ങനെ എങ്ങോട്ടെങ്കിലും ഒരു ചെറിയ കൊക്കയൊക്കെ മുന്നിൽ ടയർ ഇങ്ങനെ തള്ളിയിട്ടാൽ കാണാനായിരിക്കേ. ഇതിപ്പോ ഒരു 5 മിനിറ്റ് കൊണ്ട് മുണ്ടിയാങ്ങാവുന്ന ഊട്ടിയിലേക്ക് ആയിരിക്കും. ഞാൻ കുറച്ചൊന്നാണ് പറഞ്ഞത്. അടിപൊളി നല്ല റീച്ചാവും. എന്റെ ഈ കാലത്ത് റോഡരികിലെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്ന പുല്ലേട്ടൻ ആ സീനാവും. ആശാരി നാളെ രാവിലെ വരും. ഇത് എന്തിനാണ് നിന്റെ വീഡിയോ എടുത്ത് മതിയായിരിക്കും. നിന്റെ സിക്സ് പാക്കുള്ള വീഡിയോ അടിയുടെ പൊട്ടിക്കില്ല. നമുക്ക് ഇവിടെ വണ്ടി നിർത്താനൊരു സൗകര്യം ഇല്ല. നമ്മളവിടെ ഒരു സ്ഥലം ഉണ്ട്, നമ്മൾ അവിടെ കാണിച്ചതാ. അവിടെ ആ കഴിഞ്ഞ വളവിൽ നല്ലൊരു സ്പോട്ട് ഉണ്ട്. നമ്മളെ പ്രത്യേകം എന്താ വെച്ചാല് നമ്മളെന്താണ് തോന്നുന്നത് അതാണ് ചെയ്യും. ഇപ്പൊ നമ്മളെ ഈ വണ്ടി കുറെ കാലമായിട്ട് ഓഫാക്കി എടുക്കാം. ഞാനത് ശ്രദ്ധിക്കുന്നില്ല. പാപ്പ നാട്ടിലില്ലാത്തതുകൊണ്ട് ആരും ഓടിക്കുന്നില്ല. വെറുതെ ഇരുന്നപ്പോ ഇതിങ്ങനെ എടുത്ത് ഓടിക്കും ചെയ്യും. ഞങ്ങളാണ് നമുക്ക് വ്ളോഗ് ചെയ്യാൻ എക്സ്പീരിയൻസ്
കാരണം ഞാനാണ് റെഡിയാവും. അത് മൂപ്പര് രണ്ടാം ജന്മം അവിടെ സൽമാനാ. ഇന്നലെ ഇന്ന് ഞാൻ പണിക്ക് പോയപ്പോഴേ മേലെ ഒരു ചട്ടകണ്ടി. ചട്ടകം ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങോട്ട് വീണ്. വേറൊരു കഥ ഉണ്ട്. ഈ പ്ലാമരം കണ്ടായിരിക്കും നല്ല കായ്ച്ച് നല്ല ഫുള്ള് ഇലോടെ നിൽക്കണ ഈ മരത്തിന് ലാസ്റ്റ് ആയി കയറി നാടൻ വെച്ചാലാ മരത്തിന്റെ കോളം നോക്കിയാ മരം ഉണങ്ങി മോനായിട്ട് വണ്ടി പോവില്ല. വണ്ടി പോവില്ല. വണ്ടി പ്രശ്നം തരോ, ഈ വണ്ടി ഓഫാക്കി ഓണാവൂല. ഇതാണ് ആ വണ്ടിത്തെ ഡ്രൈവർ, ഇത് വണ്ടിത്തെ ക്ലീനർ. വണ്ടി നോക്കിയാ വലിയ മറ്റേ ലോഡ് വണ്ടിയാ, 12 വീല്. നാഷണൽ പെർമിറ്റ്. ഇതിന്റെ ഒറിജിനൽ സംഗതികള് ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്തോണ്ട് പോയി വെക്കി. എനിക്കൊരു മോഡൽ കണ്ടിട്ട് ഞാൻ ഫുള്ള് വെറൈറ്റി കണ്ടിട്ട് നമ്മളെ ചെയ്തത് സംഗതിയാണ്. ഇതിന്റെ ഉള്ളിൽ ഫുൾ ലോഡാണ് വണ്ടി. ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് വരാ ലോഡ് എടുത്താണ്. ഇതിന്റെ ഉള്ളിൽ ഒരു 10 ആക്കെങ്കിലും നേരത്തിരിക്കാം. നമ്മളെവിടെങ്കിലും പോയിട്ട് നമ്മക്ക് ക്ഷീണിക്കൂലേ, നമ്മള് ക്ഷീണിക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതില് നമുക്ക് എന്ത് ക്ഷീണം പിടിച്ച എവിടെങ്കിലും പോകുമ്പോ പെട്ടെന്ന് ടയർഡാവും. അപ്പൊ നമ്മൾ ഇതുപോലെ സൈഡാക്കിട്ട് ഇതിനുള്ളിൽ പായണ്ട് വിരിക്കും. പായ് വിരിച്ചു കഴിഞ്ഞാൽ 3 ആക്ക് 4 ആക്ക് നിർത്തി കിടക്കാം. നമ്മളങ്ങനെ കിടന്ന് റിലാക്സ് ഒക്കെ അതിന് ശേഷം രണ്ടാമത് വണ്ടി എടുത്തു. കാറ്റോട്ടത്തിന് വേണ്ടിട്ട് ഈ സാധനം നമ്മൾ തുറന്നിട്ടു. കണ്ടാ ഇതാ ഇവനാണ് ഈ വണ്ടിത്തെ മാങ്ങ വെക്കണ ആള്. നാളെ സ്കൂളിൽ പരീക്ഷ ടീച്ചർ പറഞ്ഞ് കൈക്കും കാലുക്കും പ്രശ്നമില്ലാത്തവർക്കും നാളെ പരീക്ഷയാണ്. ഇവൻ എന്ത് ചെയ്ത് ഇവൻ ആ കൈ കൊണ്ട് പെങ്ങളെ കാലം വിടുന്ന സാഹചര്യത്തിൽ കൈമ കിട്ടിന്. ടീച്ചർക്ക് വീഡിയോ കോളിൽ എത്തി കാണിച്ചു, സാർ എന്റെ കൈ പൊട്ടി സാർ, ഇനിയിപ്പോ നാളെ പരീക്ഷ അത് ഇവിടുന്ന് ഇപ്പൊ കാണുവാ. മറ്റേ കൈകന്റെ കണ്ണ് കണ്ടില്ല അതൊക്കെ കാണണമെങ്കിൽ മനസ്സിലായി. ഇവിടുന്ന് കാണൂല. സോറി എന്റെ ഫോണ് അത് കാണൂല. ഇതല്ല കൈകനല്ല, അവിടുന്ന് ഇങ്ങനെ കാണാൻ ചെറിയ വ്യൂസ് ഉള്ള ചെറിയ ഫോണാണ്. അപ്പൊ ക്ലീനർ മാങ്ങക്കാരാ, മാങ്ങ ലോഡം തല്ലാത്ത വെറും ഫ്ലക്സ് ആയിട്ട് നടക്കല നിങ്ങള്. മാങ്ങ 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 എവർക്കും മാങ്ങ. നമ്മളിഞ്ഞ് നേരെ കൊണ്ടിട്ട് പോകും. കൊണ്ടിട്ട് പോയിട്ട് ഒരു 4-5 ഒരു 10 കിലോ 10 കിലോ വേണം, ഒരു 15 കിലോ മാങ്ങ എടുക്കും. വരും സാധനം വെക്കും. അത് കൈത്തിലൊക്കെ തൂക്ക്, എന്നിട്ട് അത് എടുക്കാം. കൈമലൊക്കെ കെട്ടി തൂക്ക്. എത്ര കിലോ ഉണ്ട്? 2 കിലോ ഉള്ളൂ. ഇവന്റെ വില 3 കിലോക്ക് ഇവനെ കിട്ടും. 3 കിലോക്ക് സിനാരെ കൊടുക്കും. 3 കിലോക്ക് 100 റുപ്യ വേണം. വേണ ഒരു കമന്റ് ചെയ്തോളി. ഇതിനാണ് കിട്ടൂല. ഇത് ലാസ്റ്റ് എനിക്ക് 1 കിലോ ഉള്ളു. പക്ഷെ ഞാൻ റെയറിന്റെ കിട്ടാൻ വയ്യ. 1 കിലോ കൊടുക്കുന്നുണ്ട്. വണ്ടി കൊടുക്കണോ? വണ്ടി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കൊടുക്കണ്ട, നാളെ പോ. അത് പറയില്ലേ എങ്ങനെ വണ്ടി കൊടുക്കണ്ട, നാളെ അടവിന്റെ ആൾക്കാർ കൊണ്ടേക്കും. അതെ, അടവിന്റെ ആൾക്കാർ നമ്മൾ പറയും ഞങ്ങൾ ഈ അടവിന്റെ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ ഇങ്ങോട്ട് നോക്കി. പൊന്നു സുഹൃത്തുക്കൾ, എത്രയും വൈറലായ വണ്ടി ഇനി ഉണ്ടാവൂല. KL 71 77 90. സൽമാനെ കുഴപ്പമില്ല. ഇതെങ്ങനെ വീണ് പറഞ്ഞ മാതിരി ഇതിന്റെ അടിയിൽ ഒരു വണ്ടി ഉണ്ടേനി. ഇതിനിടയിൽ ഒരു വണ്ടി ഉണ്ട്. ആ വണ്ടി അയച്ചതായതാ. അത് വീണില്ലേ മൊത്തം അതിന്റെ മേലെ വീണിട്ട് ആ വണ്ടിന്റെ ചൊണ്ണാക്കൂടി അങ്ങനെ. പക്ഷെ അതല്ല ഈ വൈക്കൂടല്ല നടന്നു പോയത്. പിന്നെ അതല്ല മുഖ വേറെ അപ്പുറം മുഖം. അവിടെ ആ പ്ലാവിന്റെ ഒരു കോലം. ഞാനും എന്റെ ചങ്ങായും കൂടി ഈ റോട്ടിലൂടെ ബൈക്കിന് ഇങ്ങനെ പോകുമ്പോ അവിടെ നല്ല ഇല ഇളകലും പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കട്ടെ, പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ഇതില് ഫുള്ള് നല്ല ഇലയും നല്ല ചക്കയുണ്ട്. അപ്പൊ അടി രണ്ടാളും നിൽക്കുന്നുണ്ട്. ഈ പ്ലാവാ? ഈ പ്ലാവ്. ഇപ്പൊ അതിന്റെ അവസ്ഥ കാണിച്ചു കൊടുത്തതാ. ലാസ്റ്റ് ആയിട്ട് കേറിയത് ഈ ദജ്ജാലാ. ഇതാ നമ്മളങ്ങനെ നമ്മൾ എവിടെ കഴിച്ചാലോ അവിടെ എന്താണ് അവിടെ ക്ലീൻ ആവും. വേണ്ട സാധനം മൊത്തം ക്ലീൻ ആയത് ഒരു ചക്ക പോലെ ഇല്ല, ക്ലീൻ ആയ സാധനം. സൽമാനാ വണ്ടി എടുക്കും. ചായ
ആദ്യം ഇതിന് എണ്ണ അടിക്കണം 100 രൂപയ്ക്ക്. സൽമാൻ ഒരു 10 രൂപ എണ്ണ അടിക്കോ? നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും പൈസ ഉള്ള ഒരാളാണ് സൽമാൻ. സൽമാൻ ഞാനിപ്പോ ഒരു 100 ചോദിച്ചാൽ ഇതാ നിങ്ങളെ മുന്നിൽ നിന്ന് ഒക്കെ ഇപ്പൊ എടുത്ത് കാണിച്ചു ഇത് 100 രൂപ. അപ്പൊ ഓ ക്യാമറിന് അപ്പുറത്ത് നിന്നിട്ട് ചായ ആര് വാങ്ങി തരും? എന്ത് വണ്ടിയിലായാലും ചായ വാങ്ങി തരും. കടിയും വണ്ടി അത് സ്റ്റാർട്ട് ആവും നോക്കട്ടെ. നമ്മള് ചായ അടിക്കാൻ പോണേ. കൈസിഞ്ഞ വണ്ടി സ്റ്റാർട്ട് ആവണോന്ന് അറിയില്ല, നമ്മള് ശരിക്കൊന്ന് നോക്കേണ്ടി വരും ഗൈസ്. ഇങ്ങോട്ട് വരില്ലേ? ഒരു ദിവസം നമ്മളീ കയറ്റത്തുനിന്ന് വണ്ടി നിർത്തി, വണ്ടി കുടുങ്ങി, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അവിടെ നിന്ന് ആ കയറ്റത്തുനിന്ന് ഇങ്ങോട്ട് ഉന്തി കണ്ട് അങ്ങോട്ട് കയറ്റി. അതെ അങ്ങോട്ട് ഉന്തി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഉന്തി. അതെ. ഓ ഗായ്സ് നൈസ്. സ്റ്റാർട്ടാവില്ല ഗൈസ്, സ്റ്റാർട്ടാവില്ല. ക്ലച്ച് എല്ലാം പിടിക്കും. ക്ലച്ച് പിടിച്ച സാധനം പിടിച്ചിങ്ങനെ നിൽക്ക്, സ്റ്റാർട്ടാവൂല ഗൈസ്. നൈസായിട്ട് പണി പാടി ഓടുന്നിക്ക് ഗൈസ്. ഇതാ നമ്മളെ എന്താ നിക്കല്ലോ സൽമാൻ, ആളിത് കണ്ട അടിയൊന്നുമില്ല. നെറ്റിപിടി ഇങ്ങനെ അമർത്തിപ്പിടി. ഇല്ലല്ല കിട്ടൂല. നൈസായിട്ട് പണി പാളി. ഗൈസ് ഇതാണ് നമ്മളെ വണ്ടിന്റെ കുഴപ്പം. വണ്ടി ഓഫ് ആക്കിയാ ഓണാവൂല. അതും പിടിച്ചിടാണ്ട് പോട്ടെ. നാപ്പന വണ്ടിയാറുണ്ട് ഒരു ആൻസറിന് വണ്ടിയിലിരുന്ന് സുഖിക്കാനും മതിൽമക്ക് പോവല്ല. മതിലൊന്നും ഇവിടെ പോവില്ല. പോട്ടെ അപ്പൊ ഒന്നേ എനിക്ക് തോന്നിച്ചല്ലേ പണ്ട് ഞാൻ ട്രെയിന് ഓഫ് ആയിപ്പോളെ ഉന്തി മതിയടൂ ഞാൻ വിട്ടാ പോരെ. ആ സോസ നൈസായിട്ട് പണി കൈ അടിച്ച് ഇന്നെ കൊണ്ടൊക്കെ വണ്ടി. ഞാനിത് ഓഫ് ആക്കേണ്ടിരുന്നാല് അത് ഓണാക്കിട്ടാതിന്. ഇത് ക്ലച്ച് മറ്റേ സെക്കൻഡിൽ ഇട്ടാ തേർഡിൽ ഇട്ടാണ് ഓണാക്കല്ലേ. അപ്പൊ എന്തല്ലേ അപ്പൊ ഉണ്ടോ ഞാൻ ബാക്ക് കേറിക്കൊണ്ടി. ആ നമ്മൾ കേറിക്കോ. നമ്മൾ കേറിയിരിക്കേ. അതാ വീഡിയോ എടുക്കാൻ കഴിയാൻ. ക്യാമറ ഞാൻ ഒന്നുമില്ല, വണ്ടി ഓട്ടോമാറ്റിക് പോകുന്നു. വണ്ടി ഓഫായി. ഇത് എങ്ങോട്ടാ പോണേ? നിർത്തൂല. അതെ ഒരു പോക്കന് പോകും. ഇനി നമ്മ നേരെ അങ്ങോട്ട് പെര പോലെ നേരെ പെര പോവാ. വണ്ടി ഒന്ന് ഓണാക്ക. സൗണ്ട് കേൾക്കണ്ടോ? അറിയില്ലല്ലേ. വണ്ടി ഒന്ന് ഓണാക്കാന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഓണാക്കിപ്പോ ഒന്ന് വെറുതെ രണ്ടര വെട്ടി. പണി പാളി. വണ്ടി ഗിയർ ആ കയറ്റിയാ മതി. വിഷ്വൽസ് കാണിച്ചു കൊടുക്കണ. ഇതാണ് നമ്മളെ റോഡിന്റെ ഭംഗി. നമ്മളെ റോഡാണിത്, നമ്മളെ പെരേക്ക് പോണേ. ഇതാണ് നമ്മളെ വൈകുന്നേരത്തെ പരിപാടികൾ. നമ്മൾ പെരേക്ക് പോയി ഈ മൂട് എവിടെങ്കിലും കിട്ടോ? ഇത് നമ്മളെ ചെക്കൻ്റെ ജെബിന്റെ പേര ഒന്നും കാണില്ലേ? പോയോ? അതാണ് ജെബിന്റെ പേര. സിനാന്റെ നമ്മന്റെ സിനാന്റെ പേര. എല്ലാരും ഭയങ്കര ചിരിയാണ്. എന്താ ചിരി എന്നറിയാം.
അപ്പൊ അവസാനം ഗൈസ് പെരയിലെത്തി, നമ്മുടെ പെരയിലെത്തി. അവിടെ എമ്മാരി നോട്ടം. നമ്മളെ പേരെടുത്ത് പോരി പോരി. ഓഫായിക്കോട്ടെ. നേരത്തെ കൂടെ കയറ്റിക്കാളും. അതെ, അപ്പം നമ്മള് ഞങ്ങൾക്ക് വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ ഈ ചെറിയ ലളിതമായിട്ടുള്ള വ്ലോഗ് എല്ലാവരും ഇരുന്ന് മുഴുവനും കാണണമെന്ന് അഭ്യർത്ഥിക്കും. ഇതുപോലെ ഇനി വീഡിയോസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കൂടാൻ കൂടാം. അപ്പോൾ ഒരു എഡിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ അപ്പോൾ ചെയ്യണ ഒരു വീഡിയോ ആണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. ബൈ.